സെമിത്തേരിയുടെ സൈഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആള് നടന്നു പോകണം ടെസ്ല കാറിലും മാപ്പിൽ കാണിക്കും എന്ന് പറഞ്ഞ പോലെ അത് എന്ത് കണ്ടിട്ടാണ് അത് അവിടെ ആളെ കാണിക്കുന്നത് എന്നുള്ളത് പോലെ ഇങ്ങനെയുള്ള എനർജീസ് ഒക്കെ നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാത്തിനും എനർജറ്റിക് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കും എനർജി ഉണ്ട്, ഉറുമ്പിനും എനർജി ഉണ്ട്, കാളയ്ക്കും എനർജി ഉണ്ട്. ബീഫൊക്കെ തട്ടി വിടുമ്പോൾ നല്ല എനർജറ്റിക് ട്രാൻസാക്ഷൻസ് അങ്ങനെയാണെങ്കിൽ നടക്കണം എന്ന് വിചാരിച്ചിട്ട് ഏത് ടോം ഡിക്ക് ആൻഡ് ഹാരിയുടെ എനർജി ഇവിടെ ആടിപ്പാടി നടക്കണം എന്നില്ല. നമ്മുടെ ഉള്ളിലൊരു ബിലീഫ് ഉണ്ട്. ഒരു ക്ലയന്റ് വന്നിട്ടുണ്ടായിരുന്നതാ, ഭയങ്കര റിലീജിയസ് ആയിരുന്നു ഒരു സമയത്ത്. ഓവറായിട്ടുള്ള റിലീജിയസ് സ്ക്രൂപ്ലോസിറ്റി കൊണ്ട് OCD പോലെ ആയി. ആ ദേഷ്യത്തിന് വീട്ടിലിരിക്കണ പൂജയുടെ സംഭവങ്ങളെല്ലാം പുള്ളി എടുത്തിട്ട് അങ്ങ് കളഞ്ഞു. അതിനുശേഷം ഇത് ഇത്തിരി കൂടിയ പോലെ. കാരണം എന്താന്ന് പറഞ്ഞാൽ അത് കളഞ്ഞെങ്കിലും കോൺഷ്യസ്ലി അത് ഉപേക്ഷിച്ചെങ്കിലും ഇത്രയും കാലങ്ങൾ കൊണ്ടുള്ളൊരു ബിലീഫിൽ നിന്നാണ് പെട്ടെന്ന് മാറി ചിന്തിച്ചത്. അത് ഭയങ്കര ഒരു ഷോക്കായിട്ട് ബാധിച്ചിട്ടാണ് ഒരു ട്രിഗർ ഉണ്ടായത്. ഇതുപോലത്തെ കാര്യങ്ങളും വളരെ കോമൺ ആണ്. ഇതെല്ലാം സൈക്കോളജിക്കലാണ്, അല്ലാണ്ട് ആ എനർജി വന്ന് ഇവിടെ ബാധിച്ചതാവണം എന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു അമ്പലത്തിലത്തെ ആളോട് അത് ചോദിക്കണേന്ന് വെച്ചാൽ അവരെന്താവും പറയാ, ഇന്ന കാര്യം കൊണ്ടാണ് ഇത് ഉപേക്ഷിച്ചു, അതിന്റെ ദോഷം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ ആ ഫിയർ കൊണ്ട് നമ്മൾ പെർസീവ് ചെയ്തൊരു രീതിയായിട്ട് കാണാം. സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ ആ എനർജിയുടെ ഇൻഫ്ലുവൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു കോപം കിട്ടിയതാണെന്ന് പറയാം. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ് കംസ് ഡൗൺ ടു യു. വാട്ട് ഡു യു ബിലീവ്?